നമ്മൾ പറയും ഒരിക്കലും ഞാൻ ഇതിനോട് യോജിക്കത്തില്ല. ഞാനാണെങ്കിലും പറയും ഇതിനോട് എന്ത് ചെയ്യത്തില്ല, യോജിക്കാൻ പറ്റില്ല. കാരണം അഗരോൻ എന്ന് പറയുന്നത് ഒരു ജനത്തെ മുഴുവനും തെറ്റിച്ചൊരു മനുഷ്യനാണ്. അഗരോനും മോശയും വലിയൊരു ദർശനത്തോടു കൂടിയാണ് മിസ്രൈമിലേക്ക് വന്നത്. വലിയൊരു ദർശനത്തോടു കൂടിയാണ് മിസ്രൈമിൽ നിന്ന് ദൈവജനത്തെ കൊണ്ടുവന്നത്. പക്ഷെ മോശയില്ലാത്ത സമയത്ത് ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വം അഗരോനായിരുന്നു, രണ്ടാം നേതൃത്വം. പക്ഷെ അഗരോൻ ജനത്തെ ഭയപ്പെട്ടു. കാളക്കുട്ടിയെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഓടിപ്പോയില്ല, ഓടാൻ അവർ സമ്മതിക്കുകയില്ല, ജനം ചുറ്റും നിൽക്കുക. പക്ഷെ ഓടാൻ പറ്റുകയില്ല. അഗരോൻ പ്രാർത്ഥിച്ച് കാണും, കർത്താവെ ജീവനോടങ്ങ് എടുത്തിരുന്നെങ്കിൽ, നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കും കർത്താവെ അങ്ങൊന്ന് വന്നിരുന്നെങ്കിൽ. ചില ചക്രവ്യൂഹത്തിനകത്ത് നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ, ചില കുരുക്കിനകത്ത് കിടക്കുമ്പോൾ നമ്മൾ പറയും കർത്താവേ അങ്ങൊന്ന് വന്നിരുന്നെങ്കിൽ, നമ്മ എന്ന് വേഗം വരണേ. പ്രത്യാശയില്ലാത്ത ആളുകൾ പറയും ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയും. പക്ഷെ അഗരോൻ ഓടിപ്പോയില്ല. പക്ഷെ അഗരോന് ജനത്തെ പറഞ്ഞ് തിരുത്താൻ കഴിഞ്ഞില്ല. കാരണം ജനം ആരവാരം മുടക്കുകയാണ്, മോശെ കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ജീവനുള്ള ഞങ്ങൾക്ക് ഒരു കാളക്കുട്ടിയെ വേണം. എന്നും എക്കാലഘട്ടത്തിൽ ജനത്തിന് ആരാധിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം കണ്ണിൻ്റെ മുമ്പിൽ. എന്നാൽ മാത്രമേ ജനത്തിന് ആരാധിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ലോകത്തിൽ മതങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ലോകത്തിൽ ദൃശ്യപരമായ പല രൂപങ്ങളും ദൈവസാദൃശ്യത്തിൽ ഉണ്ടായത്. കാരണം ജനത്തിന് മുമ്പിൽ എന്തോ ഉണ്ട്, എന്തെങ്കിലും വേണം. നമ്മുടെ ഇടയിലുമൊക്കെ ജനത്തിന് ആരാധനയില്ലാത്ത സഭകൾക്കകത്ത്, ഞാനൊരു സഭയ്ക്കകത്ത് ശുശ്രൂഷയ്ക്കായിട്ട് എൻ്റെ കൂടെ വേറെ ദൈവദാസനുണ്ടായിരുന്നു. അവൻ ആ ദൈവദാസനോട് പറഞ്ഞു എന്ത് പറഞ്ഞിട്ട് ജനത്തിനൊരു കുലുക്കമില്ല. ജനം അനങ്ങാതിരിക്കുകയാണ്. ഒരു സ്തോത്രം പോലും ജനത്തില്ലെന്ന് ഞാൻ പറഞ്ഞ കർത്താവ് വന്നാലും സ്തോത്രമൊന്നും പറയത്തില്ല. പക്ഷെ ഭൂതം വന്നാൽ എന്ത് പറയും? സ്തോത്രം പറയും, ആരാധന ഉണ്ടാവും, ഹല്ലേലൂയ പറയും, ആമേൻ, ഭയങ്കര ഇതായിരിക്കും. കർത്താവ് വന്നാൽ കർത്താവ് ഇവിടെ ഉണ്ട്, കർത്താവ് ഇവിടെ ഉണ്ട്, കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്, ആമേൻ, തേജസ്സിന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ ചുണ്ടനക്കാത്തവരും ഇന്നിവിടെ ഒരു ഭൂതം വന്നിട്ടുണ്ട്, അത് ഇളകാൻ പോകുന്നു പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പൊ ജനത്തിന്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആരാധനയ്ക്ക് മെസ്സേജിനിടയ്ക്ക് ഒരു തുള്ളിച്ചാട്ടം, ഒരു ബഹളവും, ഒരു കയ്യടിയും, ഒരു ചാട്ടമൊക്കെ ഉണ്ടെങ്കിൽ ജനം എന്ത് ചെയ്യും? രണ്ട് ഭർഷണമൊക്കെ ഉണ്ടെങ്കിൽ, വെപ്പ് പല്ലൊക്കെ ഒന്ന് തെറിച്ചൊക്കെ പോയാൽ ജനം എന്ത് ചെയ്യും? ദൈവത്തെ ആരൊന്നും മിണ്ടുന്നില്ല, ദൈവത്തെ ആരാധിക്കും. കാരണം ജനത്തിന് മുമ്പിൽ കാണാനൊന്നുമില്ല. ഇങ്ങനെ ആമേ പുട്ടുകുറ്റി പോലെ ഒരാൾ നിന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രസംഗിക്കുന്നുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, അങ്ങനെ ഞാൻ എൻ്റെ മുഖവരിയിലേക്ക് വരികയാണ്. അഗരോൻ അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ട് ജനം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ അഗരോനെ കുറിച്ചൊന്നും ആരും പറയാറില്ല. എന്നാൽ ഇന്ന് കഴിഞ്ഞ പകലും ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അഗരോനുമായി ബന്ധപ്പെട്ട ഒരു വിശകലന മെസ്സേജാണ്. എബ്രായ ലേഖനം 9:4 ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 9:4. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും പിന്നെ മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മണ്ണയിട്ട് വെച്ച പൊൻപാത്രവും അഗരോന്റെ തളർത്ത വടിയും
അപ്പൊ തളർത്ത വടി നിയമത്തിന്റെ കൽപ്പലകകളും അതിനകത്തുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് അഹരോന്റെ തളർത്ത വടിയെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നിയമപെട്ടകത്തിനകത്ത് പ്രധാനമായി 3 വസ്തുക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് മന്ന ഇട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളർത്ത വടി, നിയമത്തിന്റെ കൽപ്പലക. അഹരോന്റെ തളർത്ത വടിയെ കുറിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത്. അഹരോന്റെ തളർത്ത വടി കാണിക്കുന്നതായ കാര്യം, പ്രൈസ് ദി ലോർഡ്, ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം ഉയർത്തും എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയത് സ്തോത്രം ചെയ്യും. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം ഉയർത്തും. നിന്റെ മേലുള്ള ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ആരെല്ലാം നിന്നെ താഴ്ത്തിയാലും തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. നിന്നെ പരിഹസിക്കുമ്പോഴും നിനക്കെതിരായി നിൽക്കുമ്പോഴും ഒന്നും ദൈവം വന്ന് വിലക്കാനോ സംസാരിക്കാനോ ഒന്നും വരില്ലായിരിക്കാം. പക്ഷെ നിനക്കെതിരായിട്ടുള്ള വിമർശനങ്ങളും നിനക്കെതിരായിട്ടുള്ള ഗൂഢാലോചനകളും നിനക്കെതിരായിട്ടുള്ള പദ്ധതികളും അതിന് അങ്ങേ തലത്തിൽ എത്തുന്നത് വരെ ദൈവം കാത്തിരിക്കും. നീ ചോദിക്കും, കർത്താവേ, എന്നെ തിരഞ്ഞെടുത്തത് അങ്ങാണല്ലോ. മോനെ എന്നെ തിരഞ്ഞെടുത്ത അങ്ങാണല്ലോ. എന്തുകൊണ്ടാണ് കർത്താവേ അങ്ങ് ഇതിനകത്തൊന്നും ഇടപെടാത്തത്? അങ്ങെന്താ ഒന്ന് സംസാരിക്കാത്തത്? അങ്ങെന്താ വിലക്കാത്തത്? അങ്ങനെന്താ സംസാരിക്കാത്തത്? പക്ഷെ ദൈവം നിന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്ന ഒരു ദിവസമുണ്ടത്. സാക്ഷ്യകൂടാരത്തിന് മുമ്പിൽ ദൈവം നിന്നെ അനേകരുടെ മുമ്പാകെ സാക്ഷീകരിക്കുന്ന, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് സാക്ഷീകരിക്കുന്ന, നിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് സാക്ഷീകരിക്കുന്ന, നിന്റെ വിളിയെ കുറിച്ച് സാക്ഷീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു ദിവസമാണ്. തള്ളിക്കളയുന്നവരൊക്കെ തള്ളിക്കളയണമെന്നാണ് ഞാൻ പറയാറുള്ളത്. പൊന്നിന്റെ മാറ്റ് അറിയുന്ന ഉരച്ചു നോക്കുമ്പോഴാണ്. സ്വർണം കൂടുതൽ തിളങ്ങുന്നത് തീയിടുമ്പോഴാണ്. വെള്ളിയിലെ കീടം മാറുന്നത് അത് തട്ടാൻ ഒരു ഉടുപ്പിടിക്ക് വേണ്ടി ഒരുക്കുമ്പോഴാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. നിന്റെ മേൽ വരുന്നത് ആക്ഷേപങ്ങളും നിന്റെ വാക്കുകളും ഒക്കെ ദൈവം നിന്നെ ശുദ്ധീകരിച്ച് യോബിനെ പോലെ ഒരു പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവം ചെയ്യുന്നത്. നിയമപെട്ടകത്തിനകത്തുണ്ടായിരുന്ന 3 പ്രധാന വസ്തുക്കളിൽ ഒന്ന് തളർത്ത വടിയായിരുന്നു. വിശ്വാസപരമായ ഒരു അനുസരണം ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് ഒരു അനുസരണം ആവശ്യമാണ്. അഹരോനോട് ദൈവം പറഞ്ഞു, നീ ആ വടി കൊണ്ടുവന്ന് പെട്ടകത്തിനകത്ത് വെക്കണം. പ്രൈസ് ദി ലോർഡ്. ലേവ്യ ഗോത്രത്തിന്റെ പേരെഴുതി എന്ത് ചെയ്യണം? വെക്കണം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇനി എന്തിനാ കർത്താവേ അതിന്റെ ആവശ്യം എന്താ? ഞാൻ ദൈവം എന്റെ ശുശ്രൂഷ അംഗീകരിച്ചാണല്ലോ. മനുഷ്യൻ അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട, എന്റെ ശുശ്രൂഷ ദൈവം അംഗീകരിച്ചതാണ്, അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരോ നിൽക്കുന്നില്ല. അതൊരാജ്ഞ നഗളമായിട്ട് മാറും. ദൈവം നമ്മുടെ ശുശ്രൂഷ അംഗീകരിച്ചാലും ആളുകളുടെ മധ്യേ ദൈവം നമുക്ക് ശുശ്രൂഷ ഏൽപ്പിച്ചുവെന്ന് തെളിയിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊല്ലോസിന്റെ ശുശ്രൂഷയെ എല്ലാവരും അംഗീകരിക്കും. അപ്പൊല്ലോസ് വാഗ് വൈഭവമുള്ള ഒരു മനുഷ്യനായി. പക്ഷേ പൗലോസ് പ്രസംഗം അത്ര പോരായിരുന്നു. ആളുകളുടെ ഭാഷയെ പറഞ്ഞാൽ
അത്ര വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല പൗലോസ്. പക്ഷെ ലോകത്തിന്റെ മേഖലകളിൽ ദൈവം ഉപയോഗിച്ചത് അപ്പൊല്ലോസിനെ അല്ല. അപ്പൊല്ലോസിനെ ദൈവം ഉപയോഗിച്ച് കാണും. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയില്ല. തന്നത്തെ അറിയപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലേക്കും യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് പൗലോസ്. മാൾട്ട ദ്വീപിലൊക്കെ ആളുകളുണ്ട്. ഇത് കൊച്ചെവിടാന്ന് ചോദിച്ചാൽ പറയും മാൾട്ടയിലാന്ന് പറയും. കൊച്ചി ഇറങ്ങുന്നതിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് എന്നിറങ്ങിയ സ്ഥലം അവിടെ. കർത്താവ് അനുവദിച്ച് അവിടേക്ക് ഒന്ന് പോകണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നുവരെ അതിന് ശ്രമിച്ചിട്ടില്ല കേട്ടോ, മറ്റൊരു വിഷയം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പൗലോസിനെ ദൈവം ഉപയോഗിച്ചത് വാക്ചാതുര്യത്താലല്ല. അഹരോനാണ് മോശയേക്കാൾ കൂടുതൽ വാക്ചാതുര്യമുള്ളത്. പക്ഷെ ശുശ്രൂഷയ്ക്ക് ദൈവം വിളിച്ചത് വിക്കനായ മോശയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു വ്യക്തിയെ വിളിക്കുന്നത് അവിടെ വിദ്യാഭ്യാസത്തിന് മകത്ത് നോക്കിയല്ല. എനിക്ക് എത്രയോ ദേവദാസന്മാരെ അറിയാമെന്നറിയാമോ? നല്ല വിദ്യാഭ്യാസമുണ്ട്. അവരുടെ 7 അയലത്ത് പോലും വിദ്യാഭ്യാസത്തിന്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റില്ല, അത്ര വിദ്യാഭ്യാസമുണ്ട്. പക്ഷെ ഒരു മൈക്ക് കൈ കെട്ടിയാൽ ഒരു വാക്ക് തുറന്നു പറയാൻ അറിയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത എഴുത്തും വായനയും അറിയാത്ത ദൈവദാസന്മാര്, കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, എഴുത്തും വായന അറിയില്ല, പക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോലും ശക്തിയോടെ ദൈവം ഉപയോഗിച്ചു. പക്ഷെ ദൈവം ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും നിഗളം വരരുത്, മറ്റുള്ളവരെ വില ഇടിച്ച് നമ്മൾ കാണരുത്. അങ്ങനെ പ്രശ്നമാണ്. ഈ പെട്ടെന്ന് ശുശ്രൂഷയിൽ കയറി വരുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു പരാജയം, അവർ മറ്റുള്ളവരെക്കാൾ മറ്റുള്ളവര് എല്ലാം ചെറിയവരാണ്, ഒന്നിനും കൊള്ളിയല്ലാത്തവരാണ്, അവരൊന്നും ആത്മീയരല്ല, അവരൊന്നും വിശുദ്ധിയില്ല, അവരൊന്നും അത്ര നല്ലവരല്ല, അവരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ്. ഈ ഒരു തോന്നൽ ഒരു വ്യക്തിക്ക് വന്നാൽ അത് അധപ്പതനമാണ്. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകി ഉയർത്തുമ്പോൾ ആ ശുശ്രൂഷകളിൽ നമ്മൾ വിധേയപ്പെടണം. അഹരോൻ ശുശ്രൂഷയ്ക്ക് ദൈവത്തിനോട് അനുസരണത്തിൽ വിധേയപ്പെട്ടു. അപ്പോൾ പ്രൈസ് ദി ലോർഡ്, അതായത് ദൈവം നമ്മൾ കണ്ടത്, ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം ഉയർത്തും. നിനക്ക് ഏതൊരു സ്ഥാനമാണോ ദൈവം വെച്ചിരിക്കുന്നത് ആ സ്ഥാനത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആ സ്ഥാനത്തേക്ക് ഒരിക്കലും നമ്മൾ ഇടിച്ചു കയറരുത്. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളെ ആക്കി വെച്ച സ്ഥാനത്ത് നമ്മൾ ഇരിക്കുക, അതിലേക്കാൾ അപ്പുറത്തേക്ക് പോകാതിരിക്കുക. ദൈവം ഒരാളെ ശുശ്രൂഷയ്ക്ക് പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് കീഴെ അവർ ചിലപ്പോൾ കഴിവുള്ള വ്യക്തിയായിരിക്കും, കഴിവില്ലാത്ത വ്യക്തിയായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന ജനത്തോട് സംസാരിക്കുന്ന അഹരോനാണ്, മോശയല്ല. കാരണം മോശ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ വാക്ചാതുര്യമില്ലാത്ത വ്യക്തിയാണ്, എനിക്ക് വേണ്ടി അഹരോൻ സംസാരിക്കട്ടെ. പക്ഷെ ദൈവത്തിനറിയാം അഹരോൻ വലിയ ആളായി തീരുമെന്ന്. കാരണം എപ്പോഴും ജനത്തോട് ഇടപെടുന്ന ആളായിരിക്കും വലിയ ആളാകുന്നത്. ജനം വലിയ ആളുകളായി കാണുന്നത് ജനത്തോട് ഇടപെടുന്ന ആളുകളായിരിക്കും. അപ്പൊ ദൈവം അഹരോനെ പറഞ്ഞു, മോനെ അഹരോനെ, മോശ നിനക്ക് ദൈവമായിരിക്കും. അങ്ങനെ ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കെങ്കിലും വിട്ടുകൊടുക്കുമോ? പ്രൈസ് ദി ലോർഡ്. വിട്ടുകൊടുക്കത്തില്ല. പക്ഷെ ദൈവം അങ്ങനെ പറയാനുള്ള കാരണം, ഞാൻ ചെന്നപ്പോൾ ആലോചന എൻ്റെ മനസ്സിലേക്ക് വരുന്നതുകൊണ്ട് പറയുകയാണ്. പറയാനുള്ള കാര്യം എന്താ? ദൈവം അയച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ ദൈവം അഹരോൻ ദൈവത്തെ കാണുന്നത് പോലെ മോശയെ കാണുന്നു. ദൈവത്തിന്റെ പ്രതിനിധിയാണ് മോശ.
ഒരു ദൂതൻ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒരു ദൂതനെ വേറൊരു രാജാവ് വേറൊരു രാജ്യത്തിലേക്ക് അയച്ചാൽ ആ ദൂതനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലിരിക്കും ബന്ധങ്ങൾ. ദൂതനെ കൊല്ലുകയോ അടിക്കുകയോ എന്തെങ്കിലും മാനഹാന്യപ്പെടുത്തുകയോ ചെയ്താൽ ആ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ പേരിൽ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്, ഉണ്ടാകും, ഇന്നും അങ്ങനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു രാജ്യത്തെ അംബാസഡറെ വിളിച്ച് ഒരു രാജ്യം ശാസിച്ചാൽ ആ അംബാസഡർ ശാസിക്കുമ്പോൾ ആ രാജ്യത്തെ ശാസിക്കുന്നത് പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവം അഹരോനോട് പറഞ്ഞത്, നീ ജനത്തോടു കൂടി അധികം ഇടപെടും, നീ സംസാരിക്കും, പക്ഷെ നീ അഹരോനെ നീ മോശയെ ഓവർടേക്ക് ചെയ്യരുത്. നീ സംസാരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം? ദൈവം അയച്ചൊരു മനുഷ്യനായിട്ട് തന്നെ കണ്ട്, ദൈവത്തിന്റെ സ്ഥാനത്ത് നല്ല ഒന്ന് വിശ്വാസപരമായ അനുസരണം ആവശ്യമായിരുന്നു അഹരോൻ. അത് നമ്മൾ ചിന്തിച്ചു. രണ്ടാമത് നമ്മൾ ചിന്തിച്ച വിശ്വാസികൾക്ക് ദൈവം നിർണയിച്ചവർക്കുള്ള സ്ഥാനം ദൈവം നൽകും. ദൈവസന്നിധി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മൾ അറിയിക്കേണ്ട നിലയിൽ ദൈവം നമ്മൾ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസപരമായ അനുസരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ആ അനുസരണത്തിലൂടെ ദൈവം കോരഹിന്റെയും കൂട്ടുകാരന്റെയും കൂട്ടുകാരുടെ അവഹേളനത്തെ തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വടി അവിടെ കൊണ്ടുവച്ചു, വടി കിളിർത്തു, ബദാംകായ് കായ്ച്ചു, പൂത്തു. കായ്ച്ചപ്പോൾ വാക്കുകളും ഭാഷണവും ഇല്ലാതെ ദൈവം സംസാരിച്ചിട്ട് അതിനെതിരെയുള്ള എല്ലാ അവകാശവാദങ്ങളെയും ദൈവം തള്ളിക്കളഞ്ഞു. അഹരോൻ ഒന്നും സംസാരിക്കേണ്ടി വന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം അഹരോന് വേണ്ടി സംസാരിച്ചു. നിന്റെ കുടുംബത്തിൽ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാം. പക്ഷെ ദൈവം നിന്റെ കുടുംബത്തിൽ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. നീ സംസാരിക്കേണ്ട, നിന്നെ കുറ്റപ്പെടുത്തുന്ന, ഒറ്റപ്പെടുത്തുന്ന, നിന്നെ അപമാനിക്കുന്ന, നിന്നെ തള്ളിക്കളയുന്ന ആളുകളുടെ മുമ്പിൽ നീ സംസാരിക്കേണ്ട. ദൈവം നിന്നെ കുറിച്ച് സംസാരിക്കും. മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് ദൈവം മൂലക്കല്ലാക്കി തീർത്തെങ്കിൽ, തള്ളിക്കളഞ്ഞ നിന്നെ ദൈവം നിന്റെ കുടുംബത്തിന്റെ മൂലസ്ഥാനത്ത് വെക്കുമെന്ന് ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിൽ ഞാൻ ആലോചന പറയുകയാണ്. മൂന്നാമത്തേതായ കാര്യം, മരിച്ചു. നമ്മളൊന്നുകൂടെ ആ വിഷയങ്ങളെ കുറിച്ച് ഗഹനമായി ചിന്തിച്ചു. മരിച്ചുവെന്ന് വിശ്വസിക്കുന്ന ചില വിഷയങ്ങളെ ദൈവം ജീവിപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഒരു ഉണങ്ങിയ വടിയാണ്. ആളുകൾ ചോദിച്ചു, ഉണങ്ങിയ വടി ജീവിക്കുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉണങ്ങിയ വടി ജീവിക്കുമോ? അത് ഒരു ദിവസം കൊണ്ട് പൂക്കുമോ? ഒരു ദിവസം കൊണ്ട് തളിർക്കുമായിരിക്കാം, പക്ഷെ ഒരു ദിവസം കൊണ്ട് പൂക്കുമോ? ഒരു ദിവസം കൊണ്ട് ബദാം കായ്ക്കുമോ? പിറ്റേ ദിവസം അതിന് ഉത്തരവാ. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇത് പൂത്ത് നിൽക്കുമ്പോൾ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ദൈവത്തിന്റെ പൈതലേ, ദൈവം നിനക്ക് ശക്തി. നീ ഒരു ഉണങ്ങിയ കമ്പാണെന്ന് പറഞ്ഞ് ചില മേഖലകളിൽ നിന്നെ ഒഴിവാക്കി മാറ്റി നിർത്തിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാനാണ് ജീവൻ കൊടുക്കുന്നത്. ഹല്ലേലൂയ. എത്ര വെള്ളം കോരിയാലും എത്ര വളമിട്ടാലും കിളിർപ്പിക്കുന്നത് ഫലം കൊടുക്കുന്നത് ഞാനാ തെളിയിക്കുന്നത്. ഞാനാ നിനക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഞാനാ നിനക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിന്നെ അതിനകത്തുള്ള മറ്റൊരു കാര്യം, മന്നയിട്ട പൊൻപാത്രമാണ്. ഇതൊക്കെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു പോകുക. നമ്മളിതിനെ കുറച്ചുകൂടെ
നമ്മൾ ആഴത്തിൽ ചിന്തിക്കും. മന്ന ഇട്ട പൊൻപാത്രം. പ്രൈസ് ദി ലോർഡ്. അതെന്താ കാണിക്കുന്നത്? ദൈവം അതിശയകരമായി കൊടുത്ത ആഹാരമാണ്. അത് കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചിന്തിക്കും കേട്ടോ. ഈ ആഴ്ച നമുക്ക് മെസ്സേജ് പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിന് തുടർച്ചയായിട്ട് അടുത്ത ആഴ്ച നമ്മൾ എടുക്കും. ഇതെന്താ കാണിക്കുന്നത്? ദൈവത്തിന്റെ ഒരു പരിപാലനം അതിനകത്ത് നീ കാണണം. 40 വർഷം തന്നെ ജനത്തെ മരുഭൂമിയിലൂടെ ദൈവം നടത്തിയത് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ആഹാരമല്ല. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ 1-ാം ദിവസം തന്നെ തീർന്നു പോയി. അബ്രഹാം കൊടുത്തതായ തുരുത്തിയും അടയൊക്കെ മരുഭൂമിയിൽ ചെന്നപ്പോഴേ തീർന്നു പോയി. മരുഭൂമിയുടെ അപ്പുറം കടക്കാൻ അതൊന്നും മതിയാകുമായിരുന്നില്ല. പക്ഷെ ദൈവം തുറന്ന് ഉറവാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിപ്പിക്കുന്നതായിരുന്നു ഇസ്മായിലിനെ. ഹല്ലേലൂയ. അബ്രഹാമേ, പിതാവേ, ഒരു നിമിഷം ചിന്തിച്ചോ, ഈ ഒരു തുരുത്തി വെള്ളം കൊണ്ട് മരുഭൂമി കടക്കില്ലെന്ന്. പക്ഷെ അബ്രഹാമിന് ഉറപ്പ് കാണുമായിരിക്കും. കാരണം ഹാഗാറിനെ കുറിച്ചുള്ള വാഗ്ദത്തം ഒരു പക്ഷേ അബ്രഹാമിനോട് ഹാഗാർ സമയം കിട്ടിയപ്പോ പറഞ്ഞു കാണും, നിന്റെ വീട്ടിലേക്ക് നിന്റെ യജമാനത്തിയുടെ വീട്ടിലേക്ക് മടങ്ങി പോകുക. അവന്റെ മേൽ ചില വാഗ്ദത്തങ്ങൾ ഉണ്ട്. അവനെ ഞാൻ വലിയൊരു ജാതിയാക്കി മാറ്റും. ഈ വാഗ്ദത്തങ്ങളൊക്കെ അബ്രഹാമിനോട് ഹാഗാർ പറഞ്ഞു കാണും. പറയാതിരിക്കത്തില്ല. എന്താ നീ തിരിച്ചു പോകുന്നൊക്കെ ചോദിച്ചു കാണും. പക്ഷെ അബ്രഹാം അറിയാം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവിടം വരെ ചെല്ലാൻ ഒരു തുരുത്തിയ വെള്ളം മതി. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ജീവിക്കാൻ ഒരു ഉറവ തുറക്കുന്ന ദൈവമാ. എവിടെ അപ്പാ യാഗമൃഗം? എവിടെ? ദൈവം കരുതിക്കൊള്ളും. ഒരു കരുതുന്ന ദൈവത്തെ അബ്രഹാം കണ്ടു കാണും. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Amen. 40 വർഷം ദൈവം നടത്തിയത് അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളം കൊണ്ടല്ല. 40 വർഷം കുടിക്കാൻ ആ വെള്ളം പോരാ. 40 വർഷം ഭക്ഷിക്കുവാൻ അവിടുന്ന് കൊണ്ടുവന്നതായ ചില മാവ് കൊണ്ട് പോരാ. ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനറിയാം മരുഭൂമിയിൽ അതിശയകരമായ ഒരു ആഹാരം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ദൈവസന്നിധി കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചില അതിശയകരമായ ചില നന്മകളെ ദൈവം തുറക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞാൽ എന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നീ എന്ന് കാണും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കൂടാരത്തിന് വെളിയിലെന്ന് വാ, നിന്റെ പാളയത്തിന് വെളിയിലെന്ന് വാ. നിന്റെ കുഞ്ഞ് കരയുന്ന പട്ടിണിയാണെന്ന് പറഞ്ഞ് നീ ഇന്ന് രാത്രി വിലപിക്കുന്നെങ്കിൽ അടുത്ത ദിവസത്തിൽ ഒരു മന്ന പൊലിഞ്ഞു കിടക്കുന്നത് കാണാൻ പോകുകയാ. മന്ന പ്രഭാതത്തിൽ മഞ്ഞിനോടുകൂടെ ചേർന്ന് കിടക്കുന്ന ഒരു വിശേഷപ്പെട്ടതായ വസ്തു. അതെന്താണെന്ന് നീ പറയുമ്പോൾ അത് ശക്തന്മാരുടെ അപ്പമാണെന്ന് സങ്കീർത്തനക്കാരന് മനസ്സിലായി. ശക്തന്മാരുടെ അപ്പമായിരുന്നു അവർ ഭക്ഷിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുഞ്ഞിന് വേണ്ടി ദൈവത്തിനൊരു കരുതലുണ്ടെന്നേ. നീ അത് കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ദൈവം കൊടുത്ത ആഹാരം അതിശയകരമായ, അത്ഭുതകരമായ, അനുഗ്രഹീതമായ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ പരിപാലനത്തിന്റെ അടയാളമാണ് ഈ മന്ന. രണ്ടാമത്തേതായ കാര്യം, വിശ്വാസികൾക്ക് ദൈവം നിത്യേന പോഷിപ്പിക്കും. വിശ്വാസം
വിശ്വസിക്കുന്നവർ ദൈവ പൈതലിനെ നിത്യം ദൈവം പോഷിപ്പിക്കും. കലത്തിലെ മാവ് കുറഞ്ഞു പോയി, തീർന്നു. ഭരണിയിൽ എണ്ണ തീർന്നു പോയി. നീ മരണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നീ മരിക്കാതിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ഒരു അടയാളം കെരീത്ത് തോട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ആ അടയാളം വരുന്നത് വിശപ്പോടു കൂടെയാ. അടയാളം വരുന്നത് ദാഹത്തോടു കൂടെയാ. ഈ ആമേൻ ഒരു നേരത്തെ ആഹാരത്തിന് ഒരു ചെറിയൊരു അടയ്ക്ക് പ്രൈസ് ദി ലോർഡ് ആമേൻ കഴിയാത്തവൻ, വിലയില്ലാത്തവന്, ആമേൻ ഒരു നേരം അടയ്ക്ക് വേണ്ടി ചോദിക്കുന്നവന് എങ്ങനെ പുലർത്താൻ കഴിയും? പക്ഷെ ദൈവമാണ് വീഴുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് വിധവയുടെ വീട്ടിലേക്ക് അയച്ചത്. ഏലിയാവെ ചോദ്യം വേണ്ട കേട്ടോ. ദൈവം പറഞ്ഞെങ്കിൽ ആ വിധവ നിന്നെ പുലർത്തു. പ്രൈസ് ദി ലോർഡ്. അവിടെ വന്നപ്പോഴറിയുന്നത് പുലർത്താൻ ഒന്നും വിധവയുടെ കയ്യിലില്ല. അവിടെ മരിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നൊരു പ്രതീക്ഷയോടുകൂടിയാ വിധവയുടെ വീട്ടിലേക്ക് ചെന്നത്. നമ്മൾ ചില പ്രതീക്ഷയോടുകൂടെ ദൈവം പറഞ്ഞിട്ട് ചില മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ചില ശൂന്യതകളാണ് കാണുന്നതെങ്കിൽ ആ ശൂന്യതകളെ നിറയ്ക്കാൻ നിന്നെ അയച്ചവൻ വിശ്വസ്തനാണെന്ന് ഓർത്ത് കരങ്ങളെന്ന് അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എന്റെ കുഞ്ഞുങ്ങളെങ്ങും എത്തിയില്ല. Praise the Lord. Amen. Hallelujah. Hallelujah. ദൈവം നിത്യനെ പോഷിപ്പിക്കും. മനസ്സലിയുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. 5 അപ്പവും 2 മീനും കർത്താവ് വർദ്ധിപ്പിച്ചപ്പോൾ ആമേൻ പുരുഷാരത്തെ ദൈവം പോഷിപ്പിച്ചു. അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ കാണിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ നശിച്ചു പോകുന്ന അപ്പത്തിലല്ല നീ സ്തോത്രം ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തലേ ദിവസം 12 കൊട്ട ശേഖരിച്ചു. അത് അന്ന് അവിടെ കൂടിയ ജനത്തിനറിയാം. ആമേൻ. 12 കൊട്ട. ശിഷ്യന്മാർ അതൊന്നും ശ്രദ്ധിക്കാതിരുന്നപ്പം ആൾക്കാരെടുത്തോണ്ട് പോയി കാണും. ഓരോരുത്തരും വീട്ടിൽ പോയപ്പോൾ ഓരോ കൊട്ടയായിട്ടായിരിക്കാം പോയത്. സാധ്യതയുണ്ട്. കാരണം കുറെ ആളുകളൊക്കെ അവിടെ ഇങ്ങനെ നിന്ന് കാണും. ഈ ശേഷിച്ച അപ്പം എന്തെടുക്കുന്നറിയാൻ ശിഷ്യന്മാർ കൊണ്ടുപോകും. അപ്പം അവിടെ ചിന്തിക്കുകയാണ്, ഇത് ഈ 12 പേരും കൂടെ കൂടി ഇതെല്ലാം തിന്നുമോ? അമ്മേ. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു വീതപ്പം എവിടെ നടന്നു? ഈ അപ്പത്തിൻ്റെ മുമ്പിൽ നടന്നു. ശിഷ്യന്മാർ അതൊന്നും എടുത്തില്ല, അതും കൊണ്ടുപോയി. അതിൻ്റെ ശിഷ്യന്മാർ അപ്പം കൊണ്ടുപോകാനേ. ശിഷ്യന്മാർക്കറിയാൻ ജീവന്റെ അപ്പമാണ് തലക്കാണ് കൂടെ ഉള്ളത്. ശിഷ്യന്മാർ ചോദിച്ചു, ആ ശിഷ്യന്മാരുടെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ വിട്ടുപോകാൻ പോകുന്നില്ലേ? 70 പേര് കൂടെ പോയല്ലോ. പത്രോസ് പറഞ്ഞു, നിത്യജീവ മൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ട് അടിയങ്ങൾ എവിടെ പോകും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവേ അങ്ങ് കൂടെ ഉള്ളപ്പോൾ എന്തിനാ മറ്റൊന്ന്? മോശ പറഞ്ഞു, തിരുസാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. എന്താ പറയുക? തിരുസാന്നിധ്യം ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് ചെങ്കടലും മാറും. ഞാൻ 1000 പ്രാവശ്യം വടി ഉയർത്തിയാലും എന്റെ കൂടെ തിരുസാന്നിധ്യമില്ലെങ്കിൽ ആ വടി നിഷ്ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ പറഞ്ഞു, തിരുസാന്നിധ്യത്തോടുകൂടെ പോരണം. ദൈവത്തിന്റെ പൈതലേ, പ്രൈസ് ദി ലോർഡ്, യേശു നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കട്ടതകളുടെ നടുവിൽ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞതുപോലെ വിദൂരമാണ്. ഞാൻ ആശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്ന സമയം പോയി. വ്യാഴാഴ്ച ഇവിടെ പ്രാർത്ഥനയുള്ളത് കൊണ്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഡോക്ടറെ കാണാനായിട്ട് പോയത്.
ഇപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, പറ്റുമെങ്കിലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ എപ്പോൾ വരുമെന്ന് അറിയില്ല, എത്ര നേരം ഇരിക്കണം എന്നറിയില്ല. ബിന്ദുവിനാണെങ്കിൽ കാല് നീട്ടി ഇരിക്കാൻ പറ്റില്ല, ബിന്ദു അവിടെ നിൽക്കുക. അപ്പോൾ അവർ പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇരിക്കാൻ പറ്റില്ല, ഇപ്പോൾ ഡോക്ടർ എപ്പോൾ വരുമെന്ന് അറിയില്ല. അപ്പം ഞാനും ആശയക്കുഴപ്പമായി, എത്ര നേരം ഇവിടെ നിൽക്കും. അപ്പോൾ ഞാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ അമ്മേൻ ഡോക്ടർ ഇപ്പോൾ വരുമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാര്യം, അതിന് ക്രമീകരണം കർത്താവ് ഇപ്പം ചെയ്യണം. ഇല്ലേ പോകുവാണ്, അല്ലെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഒരുപാട് നേരമൊന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. നമ്മുടെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും പോരും. കാരണം ബിന്ദുവിനെ കൊണ്ട് എത്ര നേരം ഇവിടെ നിൽക്കുന്നൊന്നും അറിയില്ല. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ ഉണ്ട് അമ്മ ഡോക്ടർ വന്നെന്നും പറഞ്ഞ് വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അന്ന് MRI എടുത്തു. ആമേൻ. അന്ന് ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല, കാരണം ഡോക്ടർ അത് കഴിഞ്ഞ് അങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, തിരുസാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ആമേൻ. ചെങ്കടലിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം, യോർദാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാം, മാറയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം, പ്രൈസ് ദി ലോർഡ്, എരിഹോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. നീ നേരിടുന്ന ഏത് വിഷയത്തിന് മുമ്പിലും നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. തിരുസാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. ഹല്ലേലൂയ. മോനെ 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 ഇങ്ങോട്ട് നോക്കടാ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങോട്ട് നോക്കത്തില്ല കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, തിരുസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ, നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം ഇറങ്ങി വരുന്നുവെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമെന്ന് ദൈവത്തിന്റെ പൈതല് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഏതൊരു സാഹചര്യത്തിൽ നീ ആയിരുന്നാലും നിന്റെ പ്രശ്നത്തിന് പരിഹാരമായി നീ ഒരു നിമിഷം കണ്ണുകൾ അടച്ച ദൈവത്തോട് ഒരു വാക്ക് നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ അവിടെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തെ അതിനകത്തുണ്ടായിരുന്ന എന്താന്ന് പറയാമോ? അവിടെ ഇനി ഒന്നുകൂടെ വിശദമായിട്ടൊക്കെ ചിന്തിക്കാം കേട്ടോ ആ ഭാഗത്തെ കുറിച്ച്. എന്ന് പറയാമോ? എബ്രായലേഖനം ഒന്നുകൂടെ വായിച്ച്. നിയമത്തിന്റെ കൽപ്പലകകൾ അതിനകത്തുണ്ടായിരുന്നു. ഈ കൽപ്പലകകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ഒന്ന്, ദൈവത്തിന്റെ വചനങ്ങൾ മാറ്റമില്ലാത്തവയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് ദൈവവചനം മാറ്റമില്ലാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, സമുദ്രങ്ങൾ നീങ്ങിപ്പോകും, എന്നാൽ നീങ്ങാത്ത ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിനകത്ത് വചനത്തിന് ഒരു മാറ്റം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, നീ വരുത്തരുത്. ദൈവം നിന്നെ വിളിച്ചപ്പോൾ, നീ സ്നാനപ്പെട്ടപ്പോൾ നിനക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, നിനക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വാസത്തോടു കൂടിയാണ് ആദ്യമായി പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കാലിലെടുത്ത് വെച്ചത്. പക്ഷെ അതിനകത്ത് ചെന്നപ്പോൾ ചില നിയമങ്ങളില്ലാത്ത ചില കാര്യങ്ങൾ നീ കണ്ടു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും പിന്നീട് ചിന്തിക്കും. അടുത്ത സെക്ഷനിൽ നമ്മൾ വീണ്ടും അതിലേക്ക് വരും. ഇതൊന്നും കണ്ട് നീ പിന്മാറരുത്, അതൊന്നും നീ അനുകരിക്കരുത്. ഇവരാരുമല്ല ദൈവം നിന്നെ വിളിച്ചത്. ആദ്യമണ്ഡലത്തിലേക്ക് നീ വന്നപ്പോൾ നീ കടന്നു വന്നത് ദൈവിക ദർശനത്തോടെയാണ്. പക്ഷെ ദർശനത്തിന് വിരുദ്ധമായി, ദർശനമില്ലാത്ത ചില ആളുകൾ ഉയർത്തുന്നതായ കാര്യങ്ങളെ നീ ഒരിക്കലും നീ അനുകരിക്കരുത്. കാരണം നീ വന്ന ദർശനത്തോടു കൂടിയാണ്. എല്ലാം ഒന്നും കാണാൻ പോകരുത്, എല്ലാം ഒന്നും കേൾക്കാൻ പോകരുത്. ചില ആളുകൾ എന്നോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ഇടും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച കാര്യം പറഞ്ഞ ഉടനെ കട്ട് ചെയ്യും.
എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അടുത്തത് ഇപ്പം അവരെന്താ പറയുന്നത് നമുക്കറിയില്ല. നമ്മുടെ മനസ്സിനകത്ത് എന്തോ ഉണ്ടാവും, പിന്നീട് അവരെക്കുറിച്ചുള്ള ഒരു ഇത് കിടക്കും. പിന്നീട് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റില്ല. നമ്മളെന്തിനാ ഈ മാലിന്യം എല്ലാം കൂടെ ചുമന്നോട്ട് നടക്കുന്നത്? മാലിന്യം എല്ലാം കൂടെ നമ്മൾ ചുമന്നോട്ട് നടക്കണോ? കാണുന്ന കാടും പടലവും മാലിന്യവും പേപ്പർ വേസ്റ്റും. ഒരു 50 വർഷമായിട്ട് നമ്മൾ 50 വയസ്സുള്ള ഒരാള് 50 വർഷത്തെ വേസ്റ്റാ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അവരത് പറഞ്ഞതും ഇത് പറഞ്ഞതും അന്ന് നോക്കിയതും ഇത് നോക്കിയതും അങ്ങനെ സംസാരിച്ചു ഇത് സംസാരിച്ചു അന്ന് ചെയ്തതിൽ 50 വർഷത്തെ വേസ്റ്റാ. ഇതൊക്കെ എന്നേ കുപ്പത്തൊട്ടിയിലിടേണ്ട സമയം കഴിഞ്ഞു. ഇത് നമ്മുടെ ഉള്ളിൽ കിടന്ന് ചീഞ്ഞ നാറുക. ആമേൻ. 10 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇപ്പോഴും നമ്മൾ ഇങ്ങനെ കൊണ്ട് നടക്കുക. അതിങ്ങനെ ചീഞ്ഞ നാറി നാറ്റം പമ്പിച്ച് നമ്മളുടെ ആത്മജീവിതത്തെ നശിപ്പിച്ച് നമ്മൾ ഇടപെടുന്ന ആളുകളിലേക്കും ഈ ദുർഗന്ധം ചെല്ലുക. അതാ വിഷയം. ഈ ചില ചങ്ങാതിമാരെ കാണുമ്പോൾ അറിയാം. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു, നിങ്ങൾ പലരും കണ്ടു കാണും. കേരളത്തിലാണ് സംഭവം, കാരണം മലയാളത്തിലെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. 2 ചെറുക്കനും പെണ്ണും അവിടെ നിൽപ്പുണ്ട്. 10-18 വയസ്സ് പ്രായം കാണും, അല്ലെങ്കിൽ 20 വയസ്സ് പ്രായം കാണുമെന്ന് വെച്ചോ. സ്കൂളിൽ പഠിക്കുന്നവരെന്തോ ആണ് കോളേജിൽ പഠിക്കുന്നത്. കർണാടകയിലും തമിഴ്നാട്ടിലും നടക്കുന്ന കാര്യമല്ല, നമ്മുടെ കേരളത്തിൽ. ആ വീഡിയോ ഞാൻ സേവ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരു കടയുടെ മുമ്പിൽ വെച്ച്, മലയാളികളാണെന്ന് മനസ്സിലാക്കിയ കാര്യം കടയുടെ മുമ്പിൽ വെച്ചാണ്. കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഒരു മലയാളിയുടെ കടയിലാണ്. ചിലപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ആയി കാണത്തില്ല. 24 മണിക്കൂർ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആവും. ഞാൻ സേവ് ചെയ്തിട്ടില്ല. എന്തിനാ ഈ ചപ്പും ചാറുമൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്? പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, കൂട്ടുകെട്ട് അവിടെയാണ്. 2 ആൺപിള്ളാര് 2 പെൺകുട്ടികൾ. സിഗരറ്റ് വലിപ്പിക്കുകയാണ് പെണ്ണിന്. പെണ്ണ് സിഗരറ്റ് ഈ ആചർക്കാൻ ഇങ്ങനെ വായി ഇങ്ങനെ വെച്ചു കൊടുക്കും. പെണ്ണ് മയക്കുമരുന്നാണോ എന്താണെന്ന് അറിയത്തില്ല. പെണ്ണ് സിഗരറ്റ് ടൗണിൽ നിന്നിട്ടാ, ഒരു കൂസലും ഇല്ല കേട്ടോ. ആളുകൾ ശ്രദ്ധിക്കുന്നറിഞ്ഞപ്പം അവൻ ഇങ്ങനെ ഒന്ന് മറന്നു നിന്നു. എന്നിട്ട് വീണ്ടും വലിക്കുക. പ്രിയമുള്ളവർ, ഈ കൂട്ടുകെട്ടുകൾ കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകെട്ടുകളാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇന്ന് എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ആമേൻ. ചുറ്റിക വെച്ച് എത്ര പ്രാവശ്യം ഒരു അമ്മയുടെ, എന്നിട്ടും അമ്മ തള്ളിപ്പറഞ്ഞില്ല കേട്ടോ. അമ്മ പറഞ്ഞ് വീണ്, കട്ടിലേന്ന് വീണ് തല പൊട്ടിയതാ. ഇളയ കൊച്ചു പോയി, എല്ലാവരും പോയി. പക്ഷെ അപ്പോഴും അമ്മ തള്ളിക്കളഞ്ഞില്ല. 65 ലക്ഷം രൂപ കടം. ഒരുപക്ഷെ യവനെ അപ്പ അറിയാതെ, അല്ലെങ്കിൽ അച്ഛൻ അറിയാതെ, ബാപ്പ അറിയാതെ യവനെ വേണ്ടി ഒത്താശ എന്ന് പറയുന്നോണ്ട് ക്ഷമിക്കണം കേട്ടോ. മീൻ അദ്ഭുതമായ സ്നേഹത്തിൽ ഇത് കടം വരുത്തി വെച്ചതായിരിക്കാം. അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ കരയുമ്പോൾ അവനൊരു മൊബൈൽ വാങ്ങിച്ച് കൊടുക്കാനെന്നുള്ള പേരിൽ അവൻ എലിവിഷം കഴിച്ചു എന്ന് കാണിച്ചപ്പോഴേ എന്ത് ചെയ്തു? ഉടനെ മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങൾ ഒരു കാര്യം കരഞ്ഞ് നിർബന്ധിക്കുമ്പം അത് വാങ്ങിച്ച് കൊടുക്കരുത്. ഞാൻ കഴിഞ്ഞ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം നിങ്ങളോട് പറഞ്ഞൊന്നും അറിയത്തില്ല. ഞാനൊരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ അന്ന് പൈസ ഇല്ലായിരുന്നുള്ളത് സംഭവം ശരിയാ. പക്ഷേ ഞങ്ങളൊക്കെ അന്ന് കളിക്കുന്നത് ഇങ്ങനെ ഒരു വട്ടയുടെ കമ്പുണ്ടാക്കി കെട്ടിയോ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചിരിക്കുന്നുണ്ട് പല്ല്, കാരണം നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവരാ. ഇന്ന് പിള്ളേർക്കൊന്നും അറിയത്തില്ല. യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റുമായിരുന്നു. എന്നിട്ട് അതിനകത്ത് കയറിയിട്ട് നമ്മളെന്ത് ചെയ്യാ, വട്ടക്കമ്പോട്ടാണ് എന്ത് ചെയ്യുന്നത്, ചേർത്തിരിക്കുക, വണ്ടി ഓടിക്കുന്നത്. അതിനകത്ത് കയറി നിന്നിട്ട് ഇത് പിള്ളേർക്കൊന്നും പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല. മൈക്ക് സെറ്റ് ഇങ്ങനെ മൈക്കിൻ്റെ വാഴപ്പിണ്ടി, ഈ ട്യൂബൊക്കെ ഇങ്ങനെ അവിടെ ഫിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ വാഴപ്പിണ്ടിയാണ് ട്യൂബായിട്ട്. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കുന്നത്
കളിക്കാൻ ചെല്ലുമ്പോൾ എന്താണെന്നറിയാമോ? തോക്ക്. ആർക്കാ ആർക്കാ ഒന്ന് പറഞ്ഞേ. തോക്കോണ്ട് ഇങ്ങനെ വെടി, അമ്മ ഇങ്ങനെ വെടി വെക്കുമ്പോ പുറകോട്ടൊന്ന് വീണു. കൊച്ചിന് നല്ല ഇതായി. കൊച്ചു പറയും നല്ല കളിയാ കേട്ടോ. ഞാനിന്ന് ആരോട് പറഞ്ഞു? ജോർജപ്പച്ചനോടാന്ന് തോന്നുന്നു. തിരുത്തപ്പെടേണ്ടടുത്ത് തിരുത്തപ്പെടണം. തോക്ക് വാങ്ങിക്കാൻ കുഞ്ഞുങ്ങൾ പറയുമ്പോ പറയണം, മോനെ അത് നമുക്ക് പറ്റിയതല്ല. ഞാൻ ജോർജപ്പച്ചനോട് പറഞ്ഞ കാര്യം ഇതാണ്. സിനിമ, പണ്ട് സിനിമ കാണരുത് നമ്മൾ പറയുമ്പോ എല്ലാവരും ആളുകൾ ഇപ്പൊ പരിഹസിക്കുവാണ്. ഞാൻ ഈ അടുത്ത സമയത്തുള്ള TV വാർത്തകളും മറ്റും കാണുമ്പോൾ ഇപ്പോൾ ഒരു പറയുന്ന കാര്യം, TV അല്ലെങ്കിൽ സിനിമകൾ, വയലന്റ് സിനിമകൾ കുഞ്ഞുങ്ങളെ വയലന്റ് ആക്കി മാറ്റുകയാണ്. ഹീറോ ഇന്നലെ ഒരാള് പറഞ്ഞപ്പോ പറഞ്ഞു, ഒരു ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, ആരാണെന്ന് അറിയില്ല, ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ, ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഹീറോ അല്ല ആരാധകൻ, വില്ലനെയാണ് ആരാധിക്കുന്നത്. TV കുഞ്ഞുങ്ങൾക്കൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ നോക്കണം കുഞ്ഞുങ്ങൾ കാണുന്ന എന്താണെന്ന്. കാരണം ഇതെല്ലാം തിരിഞ്ഞ് നാളെ പാരയായിട്ടും ചുറ്റികയായിട്ടും കത്തിയായിട്ടും വാളായിട്ടും നമ്മുടെ നേരെ തിരിഞ്ഞു വരും. കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കരുത്. വേണ്ട. ഞാൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഞാൻ ഒത്തിരി വായിക്കുമായിരുന്നു. 10ാം ക്ലാസ്സിൽ ഞാൻ നോ എന്ന് പറയാനും യെസ് എന്ന് പറയാനും പഠിപ്പിച്ചത് ഒരിക്കൽ ഒരാള് മലയാള മനോരമയിൽ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞ ഒരു വിഷയത്തിന് ഒരു ഇതുള്ള അതിനകത്ത് ഒരു ഉദാഹരണ സംഭവം. എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ലായിരുന്നു. ഒരിക്കൽ ഒരു സഹോദരി ഒരു 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 ആത്മഹത്യയുടെ വക്കിലെത്തി. ഞാൻ കൃത്യം ഓർക്കുന്നില്ല. 15ാമത്തെ വയസ്സിലെങ്ങാണ്ട് വായിച്ചത്, 13 വയസ്സോ 14 വയസ്സിലെങ്ങാണ്ട് വായിച്ചൊരു കാര്യമാണ്. അവര് സൈക്കോളജിസ്റ്റിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് സ്വത്ത് അവർക്കുണ്ടായിരുന്നു, ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു. ഈ സ്വത്തുക്കൾ ഇവർക്കുള്ളപ്പോ ആളുകൾ അവരെ കാണാൻ വേണ്ടി വരും. ഇല്ലായ്മ ബുദ്ധിമുട്ടും കണ്ണുനീരൊക്കെ പറയുമ്പോ ഈ പൈസ എടുത്ത് കൊടുക്കും. അപ്പൊ ഇവര് ചോദിക്കുന്നവർക്കെല്ലാം എടുത്തു കൊടുത്ത് അവർ ദരിദ്രയായി, ഒന്നുമില്ലാതായി, മുന്നോട്ട് പോകാൻ മാർഗവുമില്ല. അപ്പോ അന്ന് വാങ്ങിച്ചവരുമില്ല, സ്നേഹിച്ചവരുമില്ല, ആരുമില്ല. ഒറ്റപ്പെട്ട ജീവിതത്തിൽ മാനസികമായി തകർന്നിന് ജീവിക്കണ്ട എന്നുള്ള നിലയിലെത്തി. സൈക്കോളജിസ്റ്റിനെ കാണാൻ ചെന്നപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോ പറയാനും പഠിക്കണം, ഇല്ലെങ്കിൽ ജീവിതം പരാജയപ്പെടും. അന്ന് ഞാൻ പഠിച്ചതാ. പ്രൈസ് ദി ലോർഡ്. യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ, അത് മുഖം നോക്കരുത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടോ? കർണാടകയിലാന്ന് തോന്നുന്നു, എത്രാമത്തെ നിലയിൽ നിന്നാ, 14ാം നിലയിൽ നിന്ന് അങ്ങാണ്ട് ഒരു കുട്ടി മൊബൈൽ, 9ാം നിലയിൽ നിന്നോ അങ്ങാണ്ട് ഒരു കുട്ടി മൊബൈൽ കൊടുക്കാത്തതിനെടുത്ത് ചാടി മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. മൊബൈൽ കൊടുത്തില്ലെങ്കിൽ ഭ്രാന്താവുക കുഞ്ഞുങ്ങൾക്ക്. ഭ്രാന്ത് എടുക്കുമ്പോ ഉടനെ 2 അടി വെച്ച് കൊടുക്കുകയല്ല, ഉടനെ മൊബൈൽ എടുത്ത് കൈ കൊടുക്കുക. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ കാണുന്നത്? വിശാലമായ ലോകത്തിലേക്ക് പോവുകയാണ്. ഇതിന്റെ പടിവാതിക്ക പോലും നമുക്കറിയത്തില്ല. ഞാനൊരിക്കൽ ക്ലാസ് എടുക്കാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം പറഞ്ഞ് മൊബൈൽ എടുത്ത് കുഞ്ഞുങ്ങളുടെ കൈ കൊടുക്കാൻ നോക്കണം. ഒരു മലയാളിയാണോ വിദേശത്താണോന്ന് അറിയത്തില്ല, ഒരാൾ അക്കൗണ്ടിൽ ഒരുപാട് ലക്ഷങ്ങളുണ്ടായിരുന്നു. നോക്കിയപ്പോഴാ മനസ്സിലായി എല്ലാം കാലിയായി. കൊച്ചെടുത്ത് ഗെയിം കളിച്ചതാ. പൈസകളെല്ലാം എന്ത് ചെയ്തു? നല്ല പാസ്വേഡൊക്കെ ഇട്ട് വേണം കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ.
കഴിഞ്ഞ പ്രാവശ്യം വേറെ സംഭവത്തിൽ ഒരു ലോഡ് സാധനം വീട്ടിൽ വന്നപ്പോഴാണ് അപ്പൻ അറിഞ്ഞത് വിദേശത്താണ്. കൊച്ചു മൊബൈൽ എടുത്തിട്ട് കണ്ണി കണ്ടതിനെല്ലാം ഓർഡർ ചെയ്തു. ലോഡ് കണക്കിന് സാധനം വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം വന്നപ്പോൾ അപ്പൻ ഇതെന്തോ അത് ഇവിടുന്ന് ഓർഡർ വന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. പിന്നെയും വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ലോറി വരുന്നു. അത് നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത്. കൊച്ചെന്ത് ചെയ്തു, ഓൺലൈനിലെല്ലാം ബുക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുത്തിയിരിക്കുക. കാശും പോയി. സംഭവിച്ചതാണ് അണ്ട് 1 മാസം 1.5 മാസം ആയിരുന്നു സംഭവിച്ചിട്ട്. അതുകൊണ്ട് മൊബൈൽ ഉപയോഗമൊക്കെ കുഞ്ഞുങ്ങളുടെ എന്ത് ചെയ്യണം. ഞങ്ങൾക്കിപ്പോൾ സ്തോത്രമൊക്കെ പോയി ആരാധന പോയെന്നൊക്കെ എനിക്കറിയാം. എന്നാൽ ഇതൊക്കെ പറയാതെ ഇങ്ങനെ ദൈവം ഇത് തരുമ്പം നമ്മുടെ മെസ്സേജിൽ ഇതൊക്കെ വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹത്തിന്റെ തലേ ദിവസമാണ്. ഞാൻ കരിസ്മാറ്റിക്കിലൊക്കെ ഉള്ളപ്പം 3 ദിവസം ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് പിന്നെ വിവാഹത്തിന് മുമ്പേ ഉള്ള കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായി. ഇന്ന് വിവാഹത്തിന് 1/2 മണിക്കൂർ സ്റ്റേജിൽ ഇരുന്ന് പറയുന്നത് എന്താണെന്ന് പിള്ളേർക്ക് മനസ്സിലായില്ല. ഒന്നും മനസ്സിലായി. അവർ വേറെ ഏതോ ലോകത്തിൽ ഇങ്ങനെ വെപ്രാളപ്പെട്ടൊക്കെ ഇങ്ങനെ കൈ വിറച്ചൊക്കെ ഇരിക്കുക. ആർക്ക് വേണ്ടി പറഞ്ഞു ആർക്കും ഒട്ടും അറിയത്തുമില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെയല്ല. നമ്മുടെ സഭകളിൽ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ വ്യക്തമായിട്ട് ഈ വിഷയങ്ങളൊക്കെ കമന്റ് ചെയ്ത് വിഷയങ്ങൾ ഉൾപ്പെടുത്തി ശുശ്രൂഷിക്കണം. സഭയിൽ കയ്യടി കുറഞ്ഞെന്ന് വരാം. ആമേൻ. ഇതെല്ലാം കയ്യടിക്ക് വേണ്ടിയിട്ടല്ലേ. എല്ലാം കയ്യടിയാ. എല്ലാത്തിനും വേണം. എല്ലാവർക്കും കയ്യടി മതി. പക്ഷേ കയ്യടി വരുമ്പോ ആമേൻ പറയേണ്ട കാര്യങ്ങൾ പറയാൻ വിട്ടുപോകും. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം നിലനിൽക്കും. വചനത്തിനകത്ത് ഒരു അടിത്തറ ദൈവമക്കൾക്ക് വേണം. അതുകൊണ്ട് ദൈവം പറഞ്ഞു പെട്ടകത്തിനകത്ത് പ്രൈസ് ദി ലോർഡ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിനകത്ത് എന്തുണ്ട്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നിയമത്തിന്റെ കൽപ്പലകകൾ അതിനകത്തുണ്ടായി. അടുത്ത വിഷയത്തിലേക്ക് അടുത്ത ദിവസം നമ്മൾ വരുമ്പോൾ ഈ കൽപ്പലകളെ കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിക്കും. ആമേൻ. അടുത്തത് കാണിക്കുന്ന ദൈവത്തിന്റെ നിയമങ്ങൾ മാറ്റമില്ലാത്തവയാണ്. ദൈവത്തിന്റെ വചനം നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ നമുക്ക് പുതിയ നിയമമുണ്ടെങ്കിലും പഴയ നിയമം ഇതിന്റെ വേരായിട്ട് നിൽക്കുകയാണ്. ചില ചോദിക്കാറുണ്ട് പഴയ നിയമം ഇനി വേണോ? യുദ്ധവും അതും ഇതൊക്കെ അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കാറുണ്ട് പഴയ നിയമവും ഇല്ല പിന്നെ പുതിയ നിയമം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഈ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ പറഞ്ഞിരിക്കുന്ന ആരെ കുറിച്ചാ? തകർക്കപ്പെടുന്ന ദാസൻ, അർക്കപ്പെടുന്ന കുഞ്ഞാട്. ആമേൻ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു, അത്ഭുത മന്ത്രി. ഇത് ആരെ കുറിച്ചാ? കർത്താവിനെ കുറിച്ചല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ ഇത് തെളിയിച്ച എവിടുന്ന? പഴയ നിയമത്തിൽ നിന്നല്ല എടുത്ത് തെളിയിച്ചത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ വചനത്തിൽ ഉറപ്പിച്ചത് പഴയ നിയമത്തിൽ നിന്നല്ലേ? ക്രിസ്തു ഇങ്ങനെ ഘട്ടം അനുഭവിക്കേണ്ടതല്ലയോ? അവരെ വിളിച്ചത് മന്ദബുദ്ധികളെ എന്നാ. നമ്മൾ വിളിച്ചോളല്ല കർത്താവ് വിളിച്ചത്. കാര്യങ്ങൾ ഗ്രഹിപ്പാനുള്ള ഒരു മന്ദത. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഭയങ്കരമാണ്. നമ്മൾ വിചാരിക്കുന്ന കമ്പ്യൂട്ടറുകള് ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന്. നമ്മൾ ചിന്തിക്കുന്നതിന്റെ 1000 മടങ്ങ് ചിന്തിക്കാൻ അതിനുവേണ്ടി പ്രോഗ്രാം ചെയ്തെടുത്ത കമ്പ്യൂട്ടറുകൾക്ക് പറ്റും. നമ്മൾ ചോദ്യം മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ ഉത്തരം എഴുതും. നമുക്ക് അത് കൂട്ടി ചിന്തിച്ച് കാൽക്കുലേറ്റർ എടുത്ത് കൂട്ടിയൊക്കെ വരുന്നതിന് മുമ്പ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 10250 ഗുണം 77,315. നമ്മൾ ഇതൊക്കെ എടുത്ത് കാൽക്കുലേറ്ററൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ഉത്തരം എഴുതി കാണിച്ചു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, കമ്പ്യൂട്ടറിന് സംഖ്യകൾ മാത്രമായുള്ളൂ. ഇതോടെ പറഞ്ഞാൽ നിർത്തുക. 10
പക്ഷികളെ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പറയും ഇത് ഇന്ന ഇന്ന പക്ഷിയാണ്, ഇത് പരുന്താണ്, ഇത് കോഴിയാണ്, അതാണ് ഇതാണ്. എന്നാൽ ഒരു കമ്പ്യൂട്ടറിന്റെ അടുത്ത് അത് അത്രമാത്രം പഠിപ്പിച്ച കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാൽ, ഒരു പെങ്ങിനെ കൊണ്ട് നിർത്തിയാൽ ഇത് പറയും ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചത് രണ്ട് കാലുണ്ട്, കാലുണ്ട്, ചെവിയുണ്ട്, അല്ല ചെവിയല്ല, കാലുണ്ട്, ചിറകുണ്ട്, പിന്നെ വാലുണ്ട്. പക്ഷെ കമ്പ്യൂട്ടർ നോക്കുമ്പം ഇതൊന്നുമില്ല. കാരണം ഇതെല്ലാം കൊടുക്കുന്നത് ചിറകിന് ഇത്ര സംഖ്യ, കാലിന് ഇത്ര സംഖ്യ, ചുണ്ടിന് ഇത്ര സംഖ്യ. ഇത് കണക്കിൻ്റെ ഒരു കളിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കമ്പ്യൂട്ടറൊക്കെ. ഇത് പഠിച്ച കണക്കിലാണ് ഇതിനെ വിലയിരുത്തുന്നത് പക്ഷിയാണോ എന്നുള്ളതൊക്കെ. പക്ഷെ പ്രിയമുള്ളവരെ, ഈ കമ്പ്യൂട്ടറിന് അത്രയ്ക്കുള്ള വിവരം. പിന്നീട് നമ്മൾ പറയും ഇത് തെറ്റാണല്ലോ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ചോദിക്കും തെറ്റാണോ, ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറയാം. ഉടനെ കമ്പ്യൂട്ടർ ഒന്നുകൂടെ നോക്കിയിട്ട് പറയും ഇത് അങ്ങനെ പക്ഷിയായിട്ട് കാണുന്നില്ലല്ലോ. ഇപ്പൊ കമ്പ്യൂട്ടർ ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കും. അവസാനം നമ്മൾ പറഞ്ഞ് കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്നതാണ് കമ്പ്യൂട്ടർ നമ്മളോട് പറയുന്നത്. AI ആണെങ്കിലും അത്രേ ഉള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്ന ഇതിനൊരു മനസ്സില്ല, ഇതിനൊരു മനസ്സില്ല. പക്ഷെ ദൈവം നമ്മളെ എത്ര ബുദ്ധിപരമായി നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പട്ടികളെ ഇങ്ങനെ കാണിച്ച് നായ്ക്കളെ കാണിച്ചപ്പോൾ കമ്പ്യൂട്ടർ പറഞ്ഞു ഇത് ചെന്നായാണ്. അപ്പൊ കമ്പ്യൂട്ടർ വിശകലനന്മാർ പിന്നെ ചോദിച്ചു ഇത് ചെന്നായല്ല നായ്ക്കളാന്ന് പറഞ്ഞപ്പോ കമ്പ്യൂട്ടർ പറഞ്ഞു ഇത് ചെന്നായാണ്. കാര്യങ്ങൾ വിശകലനം ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് മനുഷ്യൻ കൊടുത്ത ചില വിവരത്തിനാണ്. കാരണം പട്ടികളുടെ എല്ലാം അപ്പം അതിനു മുമ്പ് കമ്പ്യൂട്ടറിനെ പഠിപ്പിച്ചൊന്നുണ്ടായി. ചെന്നായ്ക്കളെ പഠിപ്പിച്ചപ്പോ ഇതിന്റെ പുറകിൽ മഞ്ഞുണ്ടായിരുന്നു. ഇതിന്റെ പുറകിൽ എന്തോ ഉണ്ടായിരുന്നു? മഞ്ഞുണ്ടായിരുന്നു. ഈ മഞ്ഞ് വെച്ചിട്ടാണ് ഇത് കണക്ക് കൂട്ടിയപ്പോൾ കമ്പ്യൂട്ടറിനെ ചിന്തിച്ചു ഇത് ചെന്നായാണെന്ന്. പക്ഷെ ഈ പട്ടികളിലെ ഇത് വിട്ടുകൊടുത്തപ്പോഴും പുറകിൽ എന്തോ ഉണ്ടായിരുന്നു? മഞ്ഞ് ഉണ്ടായിരുന്നു. പക്ഷേ കമ്പ്യൂട്ടറിന് തെറ്റി. പിന്നെ അതിനെ തിരുത്തി പഠിപ്പിക്കേണ്ടി വന്നു. അപ്പോഴാണ് കമ്പ്യൂട്ടറിന് മനസ്സിലായത് ഇത് മഞ്ഞിന്റെ അടിസ്ഥാനത്തിലല്ല നായ്ക്കളും ചെന്നായിയും വേർതിരിച്ചത്. പക്ഷെ നമ്മുടെ ഒരു കുഞ്ഞിന്റെ അടുത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതുള്ള നമ്മുടെ കുഞ്ഞിന്റെ അടുത്തല്ല ഒരാളൊരിക്കലോ ചെന്നായെ കാണിച്ചാൽ ചെന്നായാണെന്ന് തിരിച്ചറിയും, പട്ടിയെ കാണിച്ചാൽ പട്ടിയാണ് തിരിച്ചറിയും. എന്നാൽ ഒരു കൂട്ടം താറാക്കുഞ്ഞുങ്ങളെ ആദ്യമായി വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ അതിന്റെ വീഡിയോ കണ്ട് എന്തൊരു നീന്തിയത്. ഇപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, കർത്താവോട് ചോദിച്ചു, കർത്താവേ ഇതിനെ നീന്തൽ പഠിപ്പിച്ചത് ആരാ? എന്നിട്ട് അതിനകത്ത് ഇട്ടവര് പിടിക്കാൻ പെടുന്ന പാട് അവരെല്ലാം പൊട്ടിച്ചിരിക്കുക, അതെല്ലാം ക്യാമറയിൽ എടുക്കുക. കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടാൽ കോഴിക്കുഞ്ഞ് പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി, കാരണം എല്ലാം മുങ്ങിച്ചാവും. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ദൈവം നമുക്ക് ഗ്രഹിപ്പാനുള്ള ജ്ഞാനം തന്നിട്ടുണ്ട്. വിശ്വാസികൾക്ക് ദൈവത്തോടൊരു ബാധ്യതയുണ്ട്. ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കണം. പെട്ടകത്തിനകത്തിരിക്കുന്ന കൽപ്പലകകൾ തലമുറയായി സൂക്ഷിച്ചു വെക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് ദൈവത്തോടുള്ള ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത ദൈവത്തിന്റെ ആലോചനകൾ അനുസരിക്കണം, ദൈവത്തിന്റെ വചനം അനുസരിക്കണം, ദൈവത്തിന്റെ നിയമം അനുസരിക്കണം. അത് മാറ്റമില്ലാത്തതാണ്. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാത്തതാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാത്തവയാണ്.
നീ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, നീ കൃപാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ നിയമം അതിനകത്തുണ്ട്. നീ കൃപാസനത്തിന് മുമ്പ് സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ നീ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അതിനകത്ത് അകലൂടെ തളർത്ത വടിയുണ്ട്. നിന്റെ സ്ഥാനത്തെ കുറിച്ചിരിക്കുന്നു ദൈവമക്കൾ, ദൈവസഭയ്ക്കകത്തുള്ള നിന്റെ സ്ഥാനത്തെ അത് കാണിക്കുന്നു. അതിനകത്ത് മന്നയുണ്ട്, അത് ദൈവത്തിന്റെ പരിപാലനത്തെ കാണിക്കുന്നു. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു സാധാരണപ്പെട്ട ഒരു ദൈവ പൈതൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കരുതലിനെ കാണാം, ദൈവത്തിന്റെ ശുശ്രൂഷയെ കാണാം, ദൈവത്തിന്റെ വിളിയെ കാണാം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കാണാം, ദൈവത്തിന്റെ പദ്ധതിയെ കാണാം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് അതിനകത്ത് കാണാം. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാത്തതായി ആ വാഗ്ദത്തങ്ങൾ അതിനകത്തുണ്ട്. കാല കരങ്ങളടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. നീ ക്ഷീണിച്ചു പോകണ്ട, നീ തളർന്നു പോകണ്ട. നിന്റെ പ്രയാസങ്ങളെല്ലാം മാറ്റുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ട്. എന്റെ കർത്താവേ, ഞാൻ ക്ഷീണിച്ചു പോകുമ്പോ വാഗ്ദത്തങ്ങളെ ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. എന്റെ വിളിയെ ചിലർ ചോദ്യം ചെയ്യുമ്പോൾ പിതാവേ, എന്റെ തിരഞ്ഞെടുപ്പിനെ ഞാൻ ഓർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കേൾക്കപ്പെട്ടിരിക്കുന്ന തിരുവചനങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അറിയിച്ചായി പ്രാർത്ഥിച്ച